കേൾക്കുന്നു നന്നായിട്ട്. എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ആദ്യമായിട്ട് നിങ്ങൾ എല്ലാവരെയും കാണുന്നതിൽ വളരെ സന്തോഷം. ഏത് സമയമായാലും കർത്താവിന്റെ പാദത്തിൽ ഇരിക്കുന്നത് നമുക്ക് വളരെ അനുഗ്രഹമാണ്. ഇന്ന് ഞാൻ നിങ്ങളോടുകൂടെ ദൈവവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ പോൾ ജോനത്തൻ എന്നാണ്. ഞാൻ കഴിഞ്ഞ 33 വർഷങ്ങൾ സഭാ ശുശ്രൂഷനായിരിക്കുന്നു. അതോടുകൂടെ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗങ്ങളെ സൗഖ്യമാക്കുകയും പ്രത്യേകിച്ച് ശാപങ്ങളെ മുറിക്കുന്ന ഈ ശുശ്രൂഷ വിശ്വസ്തയോടെ കർത്താവിൽ ചെയ്തു വരുന്നു. എനിക്ക് ഒരു ഭാര്യയും 4 മക്കളുണ്ട്. 3 മോന്, അവരെല്ലാം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ജോലിയിലാണ്. ഒരു മോൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഞാൻ ജനിച്ചത് കട്ടപ്പനടുക്കലാണ്. വളർന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വളർന്നു. കർത്താവിന്റെ വേല ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ബോംബെയിലായിരുന്നു. അവിടെ വെച്ചാണ് രക്ഷ പ്രാപിച്ചത്. അതിനുശേഷം എൻ്റെ ജോലി വിട്ടേച്ച് കർത്താവിന്റെ വേലയ്ക്ക് വരാനായിട്ട് കർത്താവ് വിളിച്ചു. അതുകൊണ്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വന്നു. ഇതുവരെ കർത്താവ് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും എന്നെ നയിച്ച എല്ലാ വഴികൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹം എങ്ങനെ പ്രാപിക്കാം, ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അനുഗ്രഹം എങ്ങനെ പ്രാപിക്കാം? ഒരു ക്രിസ്ത്യാനിയോട് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും വിവിധ രീതിയിലുള്ള തോന്നലുണ്ടാവും. നിങ്ങളെല്ലാവരും വിവിധ സഭകളിലുള്ളവരായിരിക്കും, വിവിധ രീതിയിലുള്ള പ്രസംഗങ്ങൾ കേട്ട് വളരുന്നവരായിരിക്കും. എന്നാൽ നമുക്ക് നേരിട്ട് വചനത്തിലേക്ക് പോകാം. ഓക്കെ, വചനം എന്ത് പറയുമോ അത് നിങ്ങൾ സ്വീകരിക്കുമോ? സ്വീകരിക്കാൻ റെഡിയാണോ? വചനം സ്വീകരിക്കാൻ റെഡിയാണോ? റെഡിയാ. ഓക്കെ. വചനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം മാറ്റി അങ്ങ് വെച്ചാൽ മാത്രമേ വചനം പ്രവർത്തിക്കത്തുള്ളൂ. സോ എൻ്റെ അഭിപ്രായവും എൻ്റെ കൺക്ലൂഷനും അതിൻ്റെ കൂടി വചനവും ഒക്കെ ചേർത്ത് ഒരു മിക്സിംഗ് ആക്കി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കില്ല. വചനമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അതിരിക്കുന്നത് പോലെ വിശ്വസിക്കുകയും അത് ചെയ്യുകയും ചെയ്താൽ ലോകത്ത് എവിടെ ജീവിക്കുന്നവർക്കും അത് ഒന്നുപോലെ പ്രവർത്തിക്കും. ഒന്നുപോലെ പ്രവർത്തനയിൽ കൂടി അവരെ അനുഗ്രഹിക്കും. അതാണ് വചനത്തിന്റെ അവ്യക്തമായ വെളിപ്പാട്. ഒരു വ്യക്തി, ഇപ്പൊ ഞാനിരിക്കട്ടെ, അല്ല ആരെങ്കിലും ഇരിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറയുന്നത് കണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടില്ല. ദൈവം എങ്ങനെ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും അതിനെ നിങ്ങൾ പിൻപറ്റി പോകുമ്പോൾ, അതിനെ അനുഗമിച്ചു പോകുമ്പോൾ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെടാം. ദൈവം നമ്മെ എല്ലാവരെയും വിളിച്ചത് അനുഗ്രഹിക്കപ്പെടാനാണ്. അബ്രഹാമിനെ വിളിച്ചു, കർത്താവിനോട് പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കാൻ മാത്രമാണ് ദൈവം വിളിച്ചത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വ്യാകുലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കുന്ന ഒരു ദൈവം അല്ല. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവം തിന്മ കൊണ്ട് ആരെയും പരീക്ഷിക്കുന്നില്ല. നമ്മുടെ മലയാളികളുടെ പ്രസംഗങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ദൈവം പരീക്ഷിക്കും, ദൈവം വാളൂരി വെട്ടും, ദൈവം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ള പ്രസംഗങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ വചനം പറയുന്നു ദൈവം ആരെയും തിന്മ കൊണ്ട് പരീക്ഷിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു തിന്മയും, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു തിന്മയും ദൈവം തന്നതല്ല. ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹത്തിൽ കൂടി മാത്രമേ പ്രവർത്തിക്കുന്ന നല്ല പിതാവാകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നാൽ അത് ദൈവം തന്നു, ദൈവം എന്നെ പരീക്ഷിക്കുന്നു, ദൈവമാണ് ഈ കഷ്ടപ്പാട് എൻ്റെ ജീവിതത്തിൽ തന്നത്
ഈ രോഗം എൻ്റെ ജീവിതത്തിൽ തന്നത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നത്തിന് കാരണം കർത്താവ് എന്നെ പരീക്ഷിക്കുന്നു, അല്ലെങ്കിൽ പരീക്ഷിച്ച് എന്നെ ശരിയാക്കി എടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് വിടുതൽ ദൈവത്തിൽ നിന്ന് വരില്ല. കാരണം ദൈവം ചെയ്യാത്ത ഒരു കാര്യത്തിന് ദൈവത്തിന്റെ മേൽ ചെലുത്തിയാൽ ദൈവം അത് സ്വീകരിക്കില്ല. ഈ എല്ലാ തിന്മയും ലോകത്തിൽ കൊണ്ടുവരുന്നത് പിശാചും പിശാചിന്റെ കൂട്ടരുമാണ്. ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനമായിട്ട് വച്ചിട്ട് ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ, അത് വ്യത്യാസമായ ലോകത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, പക്ഷെ ദൈവത്തോട് യുദ്ധം ചെയ്യുന്നില്ല, പിശാചിനോട് യുദ്ധം ചെയ്യുന്നു. കാരണം അവനാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ എടുത്തു വയ്ക്കുന്നവനും നമ്മുടെ അനുഗ്രഹങ്ങൾ തടയുന്നതും പിശാചാണ്, അല്ലാതെ ദൈവമല്ല. ദൈവം തന്റെ മക്കൾ, തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരെയും ഒന്നുപോലെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. ദൈവത്തിന്റെ മക്കൾ ധാരാളം അനുഗ്രഹമുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് ഒരിക്കലും ദൈവത്തിന് അനുഗ്രഹം കുറഞ്ഞു പോകത്തുമില്ല. അതുകൊണ്ട് സമ്പൂർണമായ അനുഗ്രഹങ്ങൾ തന്റെ അടുക്കൽ വച്ചിരിക്കുന്ന ദൈവം അവന്റെ നാമം വിളിച്ചപേക്ഷിച്ചു വന്ന് നമുക്ക് അവന്റെ നന്മകൾ തരുവാൻ വളരെ ആഗ്രഹത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതായത് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകേണ്ട രീതിയിൽ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റും, അനുഗ്രഹം പ്രാപിക്കുവാൻ പറ്റും. അപ്പൊ നമ്മൾ പുതിയ നിയമമായാലും പഴയ നിയമമായാലും, പുതിയ നിയമത്തിൽ വരുമ്പോൾ എല്ലാ അനുഗ്രഹത്തിന്റെ സോഴ്സ് ദൈവമാണ്. ദൈവത്തിന്റെ അടുക്കൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്, ഭൗതികവും സ്വർഗീയവുമായ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ ആ ദൈവത്തിനെ കണ്ടെത്തി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. നമ്മളെല്ലാവരും ദൈവ മക്കളായി. നമ്മളെല്ലാവരും ദൈവ മക്കളാണ്. അപ്പൊ ജീവിതത്തിലെ തെറ്റുകൾ, കുറ്റങ്ങൾ ഉണ്ടായിരുന്നാലും, എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടായിരുന്നാലും, നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഈ അപ്പനും മക്കളും എന്നുള്ള ആ റിലേഷൻഷിപ്പ് ഒരിക്കലും മാറത്തില്ല. അത് എന്നും അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പൊ ഒരു അപ്പനും മോനും ഒരു ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് അവർ രണ്ടുപേരും മിണ്ടുന്നത് പോലെ വീണ്ടും നമ്മൾ ദൈവത്തിന്റെ കൂടെ റീകൺസിലേഷൻ ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ ഉറവുണ്ടാവും. പക്ഷേ റിലേഷൻഷിപ്പ് ഒരു നാളും മുറിഞ്ഞു പോകത്തില്ല. ഞാൻ നിന്റെ അപ്പനും ഇല്ല, നീ എന്റെ മോളും ഇല്ല എന്ന് ദൈവം പറഞ്ഞിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നുവെങ്കിൽ ദൈവം ഒരു നാളും നമ്മെ കൈവിടുകയുമില്ല. ദൈവം എല്ലാ നാളും നമ്മുടെ കൂടെ ഇരിക്കും. എന്നാൽ വിശ്വാസം ഇല്ലാതെ ദൈവത്തിന് പ്രീതിയായി ജീവിക്കുന്നത് പറ്റാത്ത കാര്യം. നമ്മുടെ അടിസ്ഥാനം വിശ്വാസമായിരിക്കണം. വിശ്വാസം എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിലെ ഒരു വെർബാണ്. വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയാപദം, ഒരു ആക്ട് ചെയ്യുന്ന ഒരു ആക്ഷനാണ് വിശ്വാസം. പക്ഷെ ക്രിസ്ത്യാനിയിൽ വിശ്വാസം എന്ന് പറയുന്നത് ഒരു മെന്റൽ അക്സെപ്റ്റൻസ്, അതായത് ഞാൻ എൻ്റെ മനസ്സിൽ വിശ്വസിക്കുന്നു അല്ല. നമ്മൾ എപ്പോഴും വിശ്വാസം എന്ന് പറയുന്ന ഒരു ഉണർവായിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ അത് സ്വീകരിക്കുന്നു. ഒരു വ്യക്തി രോഗിയായിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു പാസ്റ്റർ എന്ന് പറയും. എന്നാൽ രോഗം സൗഖ്യമാകത്തില്ല. അത് ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയ ഒരു വെർബാണ്. ആ വെർബായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്. ഇത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമ്മൾ വിശ്വാസത്തിനെ കുറിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുവാൻ പറ്റും. ഈ വിശ്വാസം എന്ന് പറയുന്ന വാക്ക് എബ്രായ ഭാഷയിൽ അമ്മാൻ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വരുന്നു, ഹീബ്രുവില്. ഇതിൽ നിന്നാണ് ആമേൻ എന്ന് പറയുന്ന വാക്ക് വരുന്നത്. അപ്പൊ ആമേൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് അർത്ഥം. ഗ്രീക്കിൽ വരുമ്പോഴും അതിന്റെ അർത്ഥം വരുമ്പോൾ തന്നെയാണ്, സെയിം അർത്ഥം തന്നെയാണ്. ഈ വിശ്വാസം ആരുടെ മേൽ വയ്ക്കണം എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ രീതികൾ മാറുവാൻ പറ്റും. യാക്കോബിന്റെ ലേഖനം 2:17 വായിക്കുമ്പോൾ അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വന്തമേ നിർജീവമാകുന്നു എന്ന് എഴുതിയിരിക്കും. അപ്പൊ വിശ്വാസത്തിന് പ്രവൃത്തിയില്ലെങ്കിൽ അത് നിർജീവമാകുന്നു എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു.
ആബഹൂക്കിന്റെ പുസ്തകം, പ്രവചന പുസ്തകം, അതിന്റെ 2:4 വായിക്കുമ്പോൾ, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. Just shall live by his faith. ശരിക്കു പറഞ്ഞാൽ എന്റെ നീതിമാൻ തന്റെ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം. രക്ഷ പ്രാപിക്കുവാൻ കർത്താവായ യേശുവിൽ വിശ്വസിച്ച്, പിതാവിൽ വിശ്വസിച്ച്, അഭിഷേകം പ്രാപിക്കുവാൻ പിതാവിൽ വിശ്വസിച്ചു, യേശുവിൽ വിശ്വസിച്ചു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് പ്രാപിച്ചു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനവും വിശ്വാസമാകും. അപ്പൊ ആരെ വിശ്വസിക്കണം? അടുത്ത് റോമാലേഖനം 10:11 ഇങ്ങനെ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ വിശ്വസിച്ചു, ലജ്ജിച്ചു പോയില്ല. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടും ധൈര്യത്തോടും നിങ്ങളോട് പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരു നാളും ഒന്നിലും ലജ്ജിച്ചു പോകുകയില്ല. അപ്പൊ എതിൽ വിശ്വസിക്കണം? യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5:39 വായിക്കുമ്പോൾ, ജോൺ 5:39, യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിച്ചിരിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. നമ്മൾ പഠിക്കുമ്പോൾ, ഒരു മിനിറ്റ്, തിരുവെഴുത്തുകളെ നമ്മൾ പഠിക്കുമ്പോൾ തിരുവെഴുത്തുകളിൽ കൂടിയാണ് നമുക്ക് വിശ്വാസം വരുന്നത്. അപ്പൊ ബൈബിൾ കേൾക്കുന്നു. ഈ ബൈബിൾ പഠിക്കുമ്പോൾ ആ ദൈവവചനം ദൈവം എനിക്കായി പറഞ്ഞിരിക്കുന്നു, എന്റെ ജീവിതത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിൻ ആഴങ്ങളിൽ അതിനെ സ്വീകരിച്ച് എടുക്കുന്നു. അത് എനിക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാൻ അതുപോലെ ചെയ്യും, ഞാൻ അതിനെ വിശ്വസിക്കുന്നു, അത് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എന്റെ ജീവിതത്തിൽ നടക്കും എന്ന് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോഴാണ് തിരുവചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത്. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 17:11 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു, അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അവർ തിരുവെഴുത്തുകളെ, വചനത്തെ പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ട്, വെറുതെ വായിച്ചതല്ല, കേട്ടതല്ല, അവരതിനെ കൈക്കൊണ്ട്. മാത്രമല്ല, അത് അങ്ങനെ തന്നെ ഉണ്ടോ, ഞാൻ കേൾക്കുന്നത് അങ്ങനെ തന്നെ ഉണ്ടോ എന്ന് ഓരോ ദിവസം ദിനംപ്രതി അവർ വചനത്തിൽ പരീക്ഷിച്ചു നോക്കി. പരിശോധിച്ചു നോക്കിയപ്പോൾ അവർ കേൾക്കുന്നതും അവർ മനസ്സിലാക്കിയിരിക്കുന്നതും വചനം തന്നെയാണെന്ന് അവർ ഉറപ്പുണ്ടായി. അതിൽ അവർ ജീവിച്ചപ്പോൾ ഈ ജനം മറ്റുള്ള എല്ലാവരെക്കാളും വിശേഷത ഉള്ളവരായിരുന്നു എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നവരായിരുന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ കാണുന്നു. ഈ ബൈബിൾ മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ വചനം പറയുന്നു, നമ്മുടെ ഹൃദയം, നമ്മുടെ ആഗ്രഹം ദൈവത്തിൽ മാത്രം വയ്ക്കുക. ഇതാണ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ അടിസ്ഥാനം. ദൈവമല്ലാതെ വേറെ ഒന്നിലും നമ്മുടെ ഹൃദയം ഇരുന്നു കഴിഞ്ഞാൽ ദൈവം നമ്മെ സമ്പൂർണമായി അനുഗ്രഹിക്കില്ല. കുറച്ചൊക്കെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടും. പക്ഷെ ദൈവത്തിന്റെ പൂർണ്ണ അനുഗ്രഹങ്ങൾ നമുക്ക് വരണമെങ്കിൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം എന്ന് തിരുവെഴുത്ത് നമുക്ക് പഠിപ്പിക്കുന്നു. യെരമ്യയുടെ പ്രവചന പുസ്തകം അതിന്റെ 17-ാം അധ്യായം 5 മുതൽ 9 വചനങ്ങളെ ഞാൻ ഇപ്പോൾ വായിക്കാം, നിങ്ങൾ കേൾക്ക്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അതായത്
യഹോവയായ ദൈവത്തിൽ അല്ലാതെ ലോകത്ത് ഏത് മനുഷ്യന്റെ മേലും തന്റെ ഹൃദയം വയ്ക്കുന്നു, തന്റെ വിശ്വാസം വയ്ക്കുന്നു എങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് തിരുവചനം പറയുന്നു. കർത്താവ് പറയുന്നു, അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. അതായത് അവന്റെ ജീവിതം ഡ്രൈ ആയിരിക്കും, വരണ്ട നിലം ഡ്രൈ ആയിരിക്കും. എന്നാൽ 7 പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ വചനം മലയാളത്തിലാണ്, മറ്റു ഭാഷകളെക്കാൾ മലയാളത്തിലാണ് വളരെ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. അപ്പൊ നമ്മുടെ ഹൃദയം നമ്മൾ കർത്താവെ കർത്താവെ എന്ന് വിളിച്ചാലും, സഭയ്ക്ക് പോയാലും, പ്രസംഗം കേട്ടാലും, ബൈബിൾ പഠിച്ചാലും, പ്രാർത്ഥിച്ചാലും നമ്മുടെ ഹൃദയം എവിടെയെന്ന് നമ്മുടെ പിതാവിന് അറിയാം, നമ്മുടെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഇന്ന് കേരളത്തിൽ നിന്ന് ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ വരുന്നത് കുടുംബത്തിൽ ഒരു വ്യക്തി കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല, സഹോദരങ്ങൾ എടുത്തു, കേസിന് പോകുന്നു, ഭയങ്കര പ്രശ്നമാണ്. ചില കുടുംബങ്ങളിലെ അപ്പനമ്മമാര് തന്നെ തങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് വിഭാഗിച്ച് പൂർണ്ണമായി കൊടുക്കുന്നില്ല, ഒരു വ്യക്തിയുടെ കയ്യിൽ കൂടുതൽ കൊടുക്കുന്നു. ഇങ്ങനെ ഏറെ പ്രശ്നങ്ങൾ കേരളത്തുണ്ട്. കാരണം കേരളത്തിൽ സ്വത്തില്ലാത്തവരാരുമില്ല. ആ രീതിയിൽ എത്ര കൂടുതൽ സ്വത്തുണ്ടോ അത്രത്തോളം അവിടെ പ്രശ്നമാണ്. ഇതിൽ വിശ്വാസികളും കൊടുങ്ങുന്നു. അപ്പം ജനങ്ങളുടെ ഹൃദയം സമ്പത്തിലും സ്വത്തിലും അപ്പനമ്മമാരിലും കുടുംബത്തിലും സഹോദരങ്ങളിലും ഭാര്യമാർ ഭർത്താവിലും ഭർത്താക്കന്മാർ ഭാര്യമാരിലും മക്കളിലും എല്ലാം നമ്മുടെ ഹൃദയം വച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ദൈവത്തിന് കുറച്ച് സ്ഥലമേ ഉണ്ടായിരിക്കും. ആ വിശ്വാസം ഒരു പൂർണ്ണ വിശ്വാസമായി ഉണ്ടായിരിക്കില്ല. അപ്പോൾ കർത്താവ് പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനുഗ്രഹിക്കപ്പെട്ടു. ഇപ്പൊ യഹോവയിൽ മാത്രം നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവോ? തീർച്ചയായും അനുഗ്രഹിക്കും. ഞാന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വരുമ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ചത് വിശ്വാസത്താൽ ജീവിക്കണമെന്ന്. ആ വിശ്വാസ ജീവിതത്തിന്റെ ആദ്യം മുതൽ ഇന്ന് വരെ 37 വർഷങ്ങൾ വിശ്വാസത്തിൽ മാത്രം ജീവിച്ചു വന്നു. ഒരു മനുഷ്യന്റെ മുഖം നോക്കിയില്ല, പണത്തിന്റെ പിറകെ പോയില്ല, സമ്പത്തുള്ളവരുടെ അടുക്കൽ പോയി. കർത്താവിന്റെ വേലയ്ക്കായിട്ട് വന്ന് അന്ന് മുതൽ എന്റെ പപ്പായോ എന്റെ കുടുംബക്കാരോ എന്റെ കൂടി ജനിച്ചവരോ ഈ ലോകത്ത് ആരും എനിക്ക് ഫണ്ട് ചെയ്യുന്നവരല്ല. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക, ദൈവത്തിൽ നന്മ പ്രാപിക്കുക, അതിനെ അനുഭവിക്കുക, മറ്റുള്ളവർക്ക് അതിനെ പഠിപ്പിക്കുക, അവരുടെ വിശ്വാസം പറ്റിയരുവാൻ തക്ക രീതിയിൽ അവർക്ക് ഉപദേശിക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യമായിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പൊ ഇതുപോലെ ഈ ലോകത്തുള്ളവരെല്ലാം നമ്മെ വിട്ടുപോകും. ഈ ലോകത്തുള്ളവര് മനുഷ്യരാണ്, ജഡമാണ്. ഈ ജഡത്തിൽ നമ്മുടെ ഹൃദയം വെച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയും, നീ നിന്റെ ഹൃദയം അവന്റെ മേൽ വെച്ചിരിക്കുന്നു, സ്വത്തിന്റെ മേൽ വെച്ചിരിക്കുന്നു, മക്കളുടെ മേൽ വെച്ചിരിക്കുന്നു, എന്തോ ഒന്നിൽ വെച്ചിരിക്കുന്നു, ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ എന്ന് കർത്താവ് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അത്ര തന്നെ അനുഗ്രഹം കിട്ടും. ആകയാൽ ദൈവത്തിന്റെ മക്കളെ, നിങ്ങളുടെ ഹൃദയങ്ങളെ പൂർണ്ണമായ യഹോവയിൽ വയ്പ്പിൻ. കാരണം സ്വർഗത്തിൽ പോകുവാൻ യഹോവയിൽ മാത്രം ആശ്രയിച്ചാലേ പോകാൻ പറ്റും. നമ്മുടെ കുടുംബക്കാരോ അപ്പനോ അമ്മയോ ഭർത്താവോ ഭാര്യയോ മക്കളോ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ സ്വർഗത്തിൽ പോകാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക, രക്ഷിക്കപ്പെടാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക, വിശുദ്ധിയോട് ജീവിക്കുവാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ സകലവും നമുക്ക് ചെയ്തു തരുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് വിശ്വസിച്ച് നമ്മുടെ ഹൃദയം മുഴുവനും യഹോവയായ ദൈവത്തിൽ, യേശുവിൽ നമ്മൾ വയ്ക്കുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ഭയങ്കര സന്തോഷമുണ്ടാവും. ഇവൻ എന്നെ മാത്രം സ്നേഹിക്കുന്നു, എന്നിൽ നിന്ന് മാത്രം ആഗ്രഹിക്കുന്നു എന്ന് ദൈവം എന്ന് വിചാരിക്കുന്നു, അന്ന് മുതൽ
നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് ഒറ്റ കുഴപ്പമുണ്ടാകില്ല. അതതിന്റെ സമയത്ത് നിങ്ങൾക്ക് വരേണ്ട അനുഗ്രഹങ്ങൾ അതതിന്റെ സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മക്കൾക്കും വന്നിരിക്കും. ഞാനിത് എന്റെ അനുഭവത്തിൽ കൂടി നിങ്ങളോട് പഠിപ്പിക്കുകയാണ്. ഞാൻ ബോംബെയിൽ നിന്ന് എന്റെ 26-ാമത്തെ വയസ്സില് എന്റെ ജോലി വിട്ടിട്ട്, നല്ല ജോലിയിലായിരുന്നു, ജോലി വിട്ടിട്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ, അപ്പം ഞാന് വിശ്വാസത്താൽ ജീവിക്കണമെന്ന് തീരുമാനിച്ചു. കർത്താവ് അങ്ങനെ തന്നെ പഠിപ്പിച്ചു. എന്റെ പാസ്റ്റർ മാത്യൂസും അമ്മാമ്മയും സഭയിലുള്ള എല്ലാവരും എന്നെ വളരെ സ്നേഹിച്ചു പോയിരുന്നു. അപ്പൊ അവരെല്ലാവരും പറഞ്ഞു, ഇങ്ങനെ നീ ജോലി വിട്ടിട്ട് ശുശ്രൂഷയ്ക്ക് പോയാൽ നാളെ പണപ്രശ്നം ഉണ്ടാവും, ഏറെ കഷ്ടപ്പാടുകൾ ഉള്ളതാണ് ശുശ്രൂഷ. അതുകൊണ്ട് ജോലി വിട്ടു പോകരുത്, ജോലി ചെയ്യണം, ജോലി ചെയ്തിട്ട് ഞങ്ങളൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന പോലെ നിനക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, നിന്റെ ജോലി വിട്ടിട്ട് നീ ശുശ്രൂഷയ്ക്ക് വാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ ഈ കാലങ്ങളിൽ ഞാന് എന്റെ ജോലിയിലിരുന്ന എല്ലാ PF-ഉം എന്റെ സാലറി മൊത്തം ഞാൻ എടുത്ത് വാങ്ങിച്ച് എന്റെ പപ്പയുടെ കയ്യിൽ കൊടുത്തു. എന്റെ ഫാമിലി ബോംബെയിലായിരുന്നു. എന്റെ പപ്പയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ കർത്താവിന് വേണ്ടി പോകുന്നു പറഞ്ഞു. എന്റെ പപ്പ കരഞ്ഞു, ലിറ്ററലായിട്ട് കരഞ്ഞു, മോനെ നിങ്ങളുടെ ഒരു വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കുന്നു, ഇങ്ങനെ പെട്ടെന്ന് ഈ ദേശത്ത് ഞങ്ങൾ ഇട്ടേച്ച് പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പപ്പ ഞാൻ പോയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഞാൻ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമില്ല. വേറെ ഞാൻ പോകുന്നതിൽ തീർച്ചയായിരുന്നു. പപ്പ ഇനി ഒരു മാർഗവുമില്ല. PF മുതൽ എല്ലാം വാങ്ങിച്ചു എന്റെ പപ്പയുടെ കയ്യിൽ കൊടുത്തു. 1 രൂപ ഇതിൽ നിന്ന് ഞാൻ എടുത്തില്ല. ഇനി ഞാൻ അവിടെ ഇരുന്ന് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകണം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് ആ സമയങ്ങളിൽ എന്റെ ഹൃദയത്തിൽ പറഞ്ഞ ഒരു വാക്ക് മത്തായി എഴുതിയ സുവിശേഷം 6:26-ഉം 27 വചനമാണ് അന്ന് കർത്താവ് എനിക്ക് തന്നത്. അതൊരു വചനമായിട്ടല്ല, ഒരു തിമിംഗലം കടലിന്റെ അകത്തിരുന്ന് അങ്ങനെ പൊങ്ങി വന്ന് ചാടുന്നത് പോലത്തെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നത് പോലെ എന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്നും ആ വചനം അങ്ങനെ ബബിളായി വരിക. എന്റെ ദേഹം ആത്മാവിനെ അത് നിറച്ചുകൊണ്ടിരിക്കുക. ആ വചനം കർത്താവിനോട് പറഞ്ഞു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കാളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമല്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ. ഈ ഒരു വചനം കർത്താവ്. അപ്പൊ ഈ വചനം പഠിച്ചിട്ട് ഞാൻ എല്ലാ വായിച്ച എന്റെ പപ്പയുടെ കയ്യിൽ കൊടുത്തു, പ്രാർത്ഥിച്ചു. ഒരു അങ്കിൾ ആന്റി അവിടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചു. ഞാൻ പോയി. അവരെന്റെ കയ്യിൽ കുറച്ച് ഓഫറിങ് തന്നു. അതിൽ ഞാൻ ഒരു ചെറിയ സൂട്ട്കേസ് മേടിച്ചു, ഒരു ഡ്രസ്സ്, ഒരു ചെറിയ സൂട്ട്കേസും എന്റെ ബൈബിളുമായിട്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്കായിട്ട് വന്നു. അന്നു മുതൽ ഇന്ന് വരെ 33 വർഷം എനിക്ക് ഒരു കുറവുണ്ടായില്ല. ഞാൻ കല്യാണം കഴിഞ്ഞു. എന്റെ സഭയുടെ വരുമാനം ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും, ഇങ്ങനെ വരുമാനമുള്ള സഭ ലോകത്തുണ്ടോന്ന്. ആ രീതിയിലാണ്. എന്നാൽ ദൈവം ഒരു കുറവില്ലാതെ എന്നെ നയിച്ചു. അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതമായിരുന്നു. ആ സമയങ്ങളിൽ ഞാന് കല്യാണം കഴിഞ്ഞില്ല, യൗവനക്കാരനാണ്. ഞാന് തൂത്തുക്കുടി എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടിലെ സ്ഥലത്തിന് ശുശ്രൂഷയ്ക്കായിട്ട് പോകണം. എന്റെ കയ്യിൽ 1 രൂപ ഇല്ല. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ഹൈവേസിൽ പോയി ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. 7 മണിക്ക് ഞാൻ പോയി അവിടെ നിൽക്കും. 1 രൂപ എന്റെ കയ്യിലില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് തൂത്തുക്കുടി പോകണം, അവിടെ ചെന്ന് ശുശ്രൂഷിക്കണം. 7:30 മണിയായി. ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക റോഡ് സൈഡിൽ. 8 ആയി, 9 ആയി, 10 ആയി, 11 ആയി. ഞാൻ അവിടെ വിട്ടു പോകാറില്ല. ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു. ഈ കടയിലിരിക്കുന്നവരൊക്കെ നോക്കുന്നു. ഈ മനുഷ്യൻ 7 മണിക്ക് വന്നു. ട്രിവാൻഡ്രം പോകുന്ന ബസ്സുകളൊക്കെ പോകുന്നു, ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്ന ബസ്സുകളൊക്കെ പോകുന്നു. ഈ വ്യക്തി ഇവിടെ തന്നെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് പണം തരണം, എനിക്ക് പോണം. പെട്ടെന്ന് ഒരു വ്യക്തി ഇങ്ങോട്ട് കടന്നു പോകുന്നത് കണ്ടു. അത് എന്നെ കണ്ടപ്പോ, പാസ്റ്റർ പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞു. ഞാനും പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞു. പാസ്റ്റർ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു, തൂത്തുക്കുടി പോകുന്നു, തമിഴ്നാട്ടില്. ഓക്കെ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയിട്ട് പുള്ളി ബാങ്കിനാ പോയിരിക്കുന്നത്. പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ചായ കുടിക്കാം നമുക്ക്? ഞാൻ പറഞ്ഞു, ഇല്ല, ബസ് ഇപ്പൊ വരും, പോക്കറ്റിൽ പൈസ ഒന്നുമില്ല, ബസ് ഇപ്പൊ വരും എന്ന് പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞിട്ട് പുള്ളി പോക്കറ്റിൽ നിന്ന് കുറച്ച് രൂപ എടുത്ത് എന്റെ പോക്കറ്റിൽ വെച്ചു. കയ്യിൽ നിന്നില്ല, എന്റെ പോക്കറ്റിൽ വെച്ചു. ഞാൻ എത്ര വറ്റം നോക്കിയില്ല. കേരള ഫാസ്റ്റ് വന്നു. ഞാൻ പെട്ടെന്ന് കയറി ടിക്കറ്റ് എടുത്തു. ഞാൻ പോയി നാഗർകോവിൽ ചെന്ന് ഇറങ്ങുമ്പോൾ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി വേറൊരു ബസ്സിന് പോകുമ്പോൾ അവിടെ ഒരു ബ്രദർ, ഒരു മലയാളി ബ്രദർ
ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ പാസ്റ്റർ സ്തോത്രം എന്ന് പറഞ്ഞു. ഞാൻ സ്തോത്രം എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, എനിക്ക് ഒത്തിരി കപ്പലും ഉണ്ടായിരുന്നു, ഷിപ്പ് ഉണ്ടായിരുന്നു, എല്ലാം കേസിലാണ്. ഞാനിപ്പം ഇന്ന സ്ഥലത്തിന് പോകുന്നു, പാസ്റ്റർ എനിക്കായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ബാഗ് തുറന്നു. അവിടെ ഒരു കവറിൽ രൂപ ഇട്ട് വെച്ചിരിക്കുക. ആ കവർ എടുത്ത് എന്റെ കയ്യിൽ തന്ന്, ആ പാസ്റ്റർ എനിക്കായി പ്രാർത്ഥിച്ചോളെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. സോ എന്റെ യാത്രയ്ക്കുള്ള എല്ലാ ആവശ്യങ്ങളും അന്ന് ദൈവം നിവർത്തിച്ചു. ഇതുപോലെ ഞാൻ ഒരു വീട്ടില് ഒരു കണ്ടെത്തി ഒരു വീടുണ്ട്. ആ വീട്ടിൽ നിന്ന് ഞാൻ രാത്രി പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സഭാ ശുശ്രൂഷ തുടങ്ങിയിട്ടില്ല, വേലയ്ക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാന് ചെന്നൈയിലെ പോൾ എങ്കിച്ചോയുടെ ഒരു മീറ്റിംഗ് നടക്കുന്നു. ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ വരുന്നു പോൾ എങ്കിച്ചോ. അപ്പം എല്ലാവരും പാസ്റ്റർമാരൊക്കെ പറയുന്നു, അവർ പോകുന്നു. എന്റെ കയ്യിൽ പൈസ ഇല്ല, അപ്പൊ ഞാൻ പോകാനുള്ള ഒരു മാർഗവുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ചെന്നൈ പോകണം, ആ മീറ്റിംഗിൽ ചേരണം. പക്ഷെ ഞാൻ അപ്ലിക്കേഷൻ ഇട്ടില്ല, രജിസ്ട്രേഷൻ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, എന്റെ കയ്യിൽ പൈസ ഇല്ല. പക്ഷെ ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് എന്റെ ഡ്രസ്സുകളൊക്കെ എടുത്ത് ഒരു ചെറിയ സൂട്ട്കേസിൽ വെച്ച് റെഡി ആക്കിയിട്ട് എന്റെ കതവ് തുറന്നിട്ടിട്ട് ആ കതവിന്റെ മുമ്പേ നടുവീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവേ എനിക്ക് പണം വേണം, എനിക്ക് 1 മണിക്ക് ബസ്സാണ് ഇവിടെ ഇരുന്ന്, പണം വേണം. 12:30 മണിയാകുമ്പോൾ പോസ്റ്റ്മാൻ അകത്ത് വരുന്നത് സാറേ എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പൊ ഞാൻ പുറത്തു പോയി, നിങ്ങൾക്ക് മണി ഓർഡർ വന്നിട്ടുണ്ട്. ആരയച്ചു? നിങ്ങളുടെ പപ്പ ബോംബെയിൽ നിന്ന് അയച്ചിരിക്കുന്നു. അതില് എന്റെ പപ്പ എഴുതിയിരിക്കുന്നു, മോനെ നീ ചെന്നൈ വരിക, പോളിംഗിച്ചോട് മീറ്റിംഗ് ഞാൻ വരുന്നു, നിനക്ക് ഞാൻ രജിസ്ട്രേഷനും എല്ലാം ചെയ്തിട്ടുണ്ട്, നീ അവിടെ വന്നിറങ്ങിയാൽ മതി, ഈ പണം നീ എടുത്ത് ടിക്കറ്റ് എടുത്ത് വാ എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നു. അപ്പം ഞാൻ രജിസ്ട്രേഷൻ ചെയ്തില്ല, അന്ന് മൊബൈലില്ല. അപ്പൊ ഒരു കത്തൊക്കെ എഴുതി അത് പോയിട്ട് ഇവിടെ വരുന്നതിന് മാസങ്ങൾ എടുക്കും. എല്ലാ കാര്യവും പപ്പ ചെയ്തു വെച്ചിരിക്കുന്നു. പണം വന്നു, ഞാൻ ഉടൻ തന്നെ സൂട്ട്കേസ് എടുത്തിട്ട് അങ്ങ് പോയി. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസിച്ചു കഴിഞ്ഞാൽ ദൈവം പക്ഷികളെ ഇത്രത്തോളം അത്ഭുതകരമായി നയിക്കുന്ന ദൈവം നമ്മെ പൂർണ്ണമായി, കാരണം എനിക്ക് വേറെ ഒരു മാർഗവുമില്ല. എനിക്ക് ഫണ്ട് ചെയ്യാൻ ആരുമില്ല, എനിക്ക് ഓഫറിങ് തരാൻ ആരുമില്ല, ഒന്നുമില്ല. ഞാനുണ്ട്, എന്റെ ദൈവമുണ്ട്. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ 33 വർഷം ഇന്നും ഇതുപോലത്തെ ജീവിതം തന്നെയാണ്, ഇന്നും വിശ്വാസ ജീവിതം തന്നെയാണ്. ഇന്നും 100 രൂപ വേണമെങ്കിൽ ഞാൻ കർത്താവിനെ നോക്കിയിരിക്കുന്നു. ശുശ്രൂഷ തുടങ്ങി, സഭ തുടങ്ങി, ആദ്യത്തെ ഒരു 6 മാസത്തിൽ 850 മുകളിൽ ജനങ്ങളുണ്ട്, ഒത്തിരി ജനം. ഞാൻ വിചാരിച്ചു, കർത്താവേ ഈ ബൈബിളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു, എന്റെ നീതിമാൻ തന്റെ വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ ഞാൻ ഈ ഓഫറിങ് എടുത്ത് ജീവിച്ചു കഴിഞ്ഞാൽ നാളെ എന്റെ മനസ്സ് മുഴുവൻ ഈ ഓഫറിങ് ബോക്സിൽ ഇരിക്കും. ആര് ദശാംശം കൊടുത്തു, ആര് കാണിക കൊടുക്കുന്നു, മൈൻഡ് ഇവിടെ കാൽക്കുലേഷനിൽ പോകും. ഇപ്പൊ ഞാന് സഭ തുടങ്ങുന്നതിന് മുമ്പേ വിശ്വാസത്താൽ ജീവിച്ചതുപോലെ എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ വിശ്വാസത്താൽ ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എന്റെ സഭയിലെ മൊത്തം കാണിക്കകൾ എടുക്കുന്നത് ഒരു സഹോദരിയാണ്. അദ്ദേഹം എടുക്കും, എണ്ണും, ഒരു ബുക്കിൽ അതിനെ കുറിക്കും, രൂപയെ വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ തന്നെ വെച്ചിരിക്കും, അതിന്റെ വീട്ടിൽ 10 വർഷം ആ സഹോദരി വെച്ചിരിക്കും. സഭയുടെ കാര്യങ്ങൾക്ക് ആരെങ്കിലും പാസ്റ്റർമാർ വന്നു കഴിഞ്ഞാൽ അവർ കൊടുക്കാൻ എല്ലാ കാര്യങ്ങളും ആ പണം എടുത്ത് അവർ ചെലവഴിക്കും. എന്റെ കാര്യങ്ങൾ വിശ്വാസത്താൽ മാത്രം നോക്കി അങ്ങനെ വന്നുകൊണ്ടിരുന്നു. പിന്നെ ഒരു 15 വർഷം അതുപോലെ വേറൊരു ബ്രദർ വെച്ചിരുന്നു. ഇങ്ങനെ സഭയുടെ പണം എല്ലാം എടുക്കാതെ വിശ്വാസത്താൽ പ്രാർത്ഥിച്ച് ദൈവം തരുന്നത് കൊണ്ട് അത്ഭുതകരമായി ഞാൻ ജീവിച്ചു വന്നു. പിന്നെ കല്യാണം കഴിച്ചു, മക്കൾ ജനിച്ചു, കർത്താവിന്റെ ഇൻകം കൂട്ടിക്കൊണ്ടേ വന്നു. ഒരു നാളും ആഹാരമില്ല, വസ്ത്രമില്ല, എന്തെങ്കിലും ഇല്ല എന്ന് പറയാത്ത രീതിയിൽ ദൈവം ആകാശത്തിലെ പക്ഷികളെ, പറവകളെ പോഷിപ്പിക്കുന്ന എന്റെ പിതാവ് ഇന്ന് വരെ അത്ഭുതകരമായി പോഷിപ്പിച്ചു വന്നു. അതിന് കാരണം യഹോവയെ അല്ലാതെ വേറെ ഒന്നിലും ഞാൻ ഒരു മനുഷ്യരിലും ഒരു നാളും ആശ്രയിച്ചിട്ടില്ല. ഇന്നും യഹോവയിൽ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത് ഒരു ദിവസം ഞാന് ബാംഗ്ലൂരിലെ എന്റെ ഫ്ലാറ്റില് എന്നും രാവിലെ 1 മണിവരെ ഞാൻ എവിടെയും പോകത്തില്ല. 1 മണിവരെ ഞാൻ കർത്താവിന്റെ കൂടെ ഇരിക്കും, ആരാധനയിലും പ്രാർത്ഥനയിലിരിക്കും. എല്ലാ കാലവും ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, മത്തായി അതിന്റെ 6:26-27 എടുത്ത് വായിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എപ്പോഴും വായിക്കുന്നതല്ലേ, എന്നിട്ട് ഞാൻ എടുത്തു വായിച്ചു. അതിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു, വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും?
അതുകൊണ്ട് എന്ത് തിന്നണം, എന്ത് കുടിക്കണം, എന്ത് ഉടുക്കണമെന്ന് വിചാരപ്പെടരുത് എന്ന് മലയാളത്തിൽ ഇരിക്കുന്നു. എന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് പഠിച്ചു. ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെയല്ല. ഇംഗ്ലീഷ് ബൈബിൾ ഇരിക്കുന്നു, ഹാവ് നോ തോട്ട്, ഹാവ് നോ തോട്ട്. എങ്ങനെ ജീവിക്കും, എന്ത് കഴിക്കും, എന്ത് ഉടുക്കും എന്ന് ചിന്തിക്കരുത്. അന്ന് കർത്താവിനോട് പറഞ്ഞ് വിചാരപ്പെടരുതെന്നല്ല, ചിന്തിക്കരുത് എന്ന് ഞാൻ എഴുതിയിരിക്കുന്നു മോനെ, അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അന്നു മുതൽ ജീവിതത്തിന്റെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാറില്ല. കർത്താവ് അന്നുള്ള കാര്യങ്ങൾ അത്ഭുതകരമായി നയിച്ചു. എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരിക്കലും എന്റെ മേൽ ഒരു അവിശ്വാസം ഉണ്ടായിട്ടില്ല. പപ്പയ്ക്ക് എങ്ങനെ പണം കിട്ടും, നമ്മൾ എങ്ങനെ ജീവിക്കും, അല്ല, അവർ സന്തോഷമായി ജീവിക്കുന്നു. ഒന്നിനെ കുറിച്ച് അവർക്ക് ഒരു ഭാരവുമില്ല. എല്ലാ ദിവസത്തിന്റെ കാര്യങ്ങളും ദൈവം ആരെ കൊണ്ട് പോഷിപ്പിക്കുന്നു, എവിടെ ഇരുന്ന് വരുന്നു എന്ന് ഞങ്ങൾക്ക് ഒരു നാളും അറിയില്ല. പക്ഷേ ഒരു നാളും ഒരു കുറവുമില്ലാതെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി പോഷിച്ചു വന്നു. കർത്താവിന്റെ വചനം എന്തു പറയുന്നു അതുപോലെ ദൈവം ഞങ്ങളെ പോഷിച്ചു. ഒരു ദിവസം ഈ ബി ബില്ല്, ഞാനും എന്റെ ഭാര്യയും ഒരു ബ്രദറുടെ മരണത്തിന് പോവുക. കാറിൽ പോകുമ്പം എന്റെ ഭാര്യ എന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നു. അവൾ പറഞ്ഞു, ഇന്ന് 2500 രൂപ വേണം, ഈ ബി ബില്ല് അടയ്ക്കണം, പിന്നെ മോൾക്ക് ഫീസിന് കുറച്ച് പണം കൊടുക്കണം, ഇന്ന് വേണം 2500 രൂപ. അപ്പൊ ഞാന് ഓക്കെ നോക്കാം എന്ന് പറഞ്ഞിട്ട് കാർ ഓട്ടി പോകുന്നു. ആ മരണ വീട്ടിൽ ചെന്ന് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പുറത്ത് കോമ്പൗണ്ടിൽ നിന്ന് ഒരു സഹോദരി കൈ കാണിച്ചു, പാസ്റ്ററേ കഴിഞ്ഞു പോകുമ്പോൾ ഇവിടെ വന്നിട്ട് പോണേ. ഓക്കെ, അവിടെ ചെന്ന് നോക്കിയിട്ട് ഞങ്ങൾ ആ വീട്ടിൽ കയറി. അത് എന്റെ ആദ്യകാല വിശ്വാസമാണ്, കാത്തോലിക്കാണ്. അവരുടെ ദേശത്ത് അവരെ ഇപ്പം ചർച്ചിന് ആരും അനുവദിക്കുന്നില്ല, വീട്ടിൽ തന്നെ വിശ്വാസികളായിരിക്കുന്നു, വിശ്വസ്തരായിരിക്കുന്നു. ഞാൻ അവിടെ പോയി ഇരുന്ന ഉടനെ ആ സഹോദരി ഒരു പോക്കറ്റ്, ഒരു കവറില് കൊണ്ട് എന്റെ കയ്യിൽ തന്നു. പക്ഷേ എന്റെ മകൾ നഴ്സിംഗ് പഠിക്കാനായിട്ട് നിങ്ങൾ അവളെ കൊണ്ട് ആന്ധ്രയില് അഡ്മിഷൻ ഇട്ട്, ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. അവൾ പഠിച്ച് അവിടെ ആദ്യത്തെ ഓഫറിങ്, ആദ്യത്തെ സാലറി ഞാൻ പാസ്റ്റർ തരുമെന്ന് പറഞ്ഞ് ഇതിൽ വച്ചിരിക്കുകയാണ്. ഒത്തിരി വർഷങ്ങളായി ആ പെൺകുട്ടി പഠിച്ച് ജോലി കഴിഞ്ഞിട്ട് അന്നുള്ള ഓഫറിങ് ആ സഹോദരി ഇന്ന് വരെ അങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു, എടുത്ത് കയ്യിൽ തന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ എന്റെ ഭാര്യയോട് പറഞ്ഞ ആ കവർ ഒന്ന് നോക്കെന്ന് പറഞ്ഞു. അവൾ ആ കവർ എടുത്ത് നോക്കുമ്പം അതില് കറക്റ്റ് ആയിട്ട് 2500 രൂപ ഉണ്ട്. 2500 രൂപ മതിയോ? ഇന്നത്തെ കാര്യം മതിയോ? മതി. ഇതുപോലെ 28 വർഷം വിവാഹ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവുമില്ലാതെ ദൈവം അത്ഭുതത്തിന്റെ മേൽ അത്ഭുതം ചെയ്തു. ഈ അത്ഭുതത്തിൽ ഞങ്ങൾ ജീവിച്ചു വന്നു. വചനം എന്തു പറയുന്നു അതിന് ഞങ്ങൾ വിശ്വസിച്ചു. അത് അങ്ങനെ തന്നെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിച്ച് അതുപോലെ ദൈവം എൻ്റെ ജീവിതത്തിലും എൻ്റെ മക്കളുടെ ജീവിതത്തിലും എൻ്റെ ശുശ്രൂഷയിലും എൻ്റെ കുടുംബ ജീവിതത്തിലും കർത്താവ് ചെയ്തുകൊണ്ട് വരുന്നു. ഇതിന്റെ അടിസ്ഥാനം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കിട്ടില്ല. 100 കാര്യം പ്രാർത്ഥിച്ചാൽ 1 2 കിട്ടും. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്ത്യാനികൾ പ്രാർത്ഥന എന്താണ് എന്ന് പഠിക്കാറില്ല. ആരോ പറഞ്ഞു, പാസ്റ്റർമാർ പറഞ്ഞു, അമ്മച്ചി പ്രാർത്ഥിച്ചു, അപ്പച്ചൻ പ്രാർത്ഥിച്ചു, അപ്പനമ്മയും പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു. ഓക്കെ, എവിടെ പോയാലും പ്രാർത്ഥന. എന്നാൽ 100 കാര്യം നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ട് 100ൽ എത്ര കിട്ടുമെന്ന് നോക്കിയാല് എനിക്കറിയാം കുറച്ച് തന്നെ കിട്ടും. എന്നാൽ ജോർജ് മുല്ലർ എന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു UK പണ്ട്. അദ്ദേഹം ഒരു വലിയ ഓർഫനേജ് ഒക്കെ നടത്തിയിരുന്നു വിശ്വാസത്താൽ. അദ്ദേഹത്തിന്റെ ഡയറിയിൽ കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു, 10 ലക്ഷം പ്രാർത്ഥനകൾക്ക് അദ്ദേഹം ഉത്തരം പ്രാപിച്ചു. ദൈവത്തിൽ 10 ലക്ഷം പ്രാർത്ഥനകൾക്ക് അദ്ദേഹം ഉത്തരം പ്രാപിച്ചു. ഒരു നോട്ടില് എന്ത് ചോദിക്കുന്നു അത് കുറിച്ചു വയ്ക്കും, ഇപ്പുറത്ത് എന്ത് കിട്ടി കുറിക്കും. അങ്ങനെ 10 ലക്ഷം പ്രാർത്ഥനകൾക്ക് അദ്ദേഹം ഉത്തരം പ്രാപിച്ചിരിക്കും. ഇവരാണ് നമ്മുടെ ഗൈഡ്. ഇവരെയൊക്കെ കണ്ടാണ് ഞാൻ പഠിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കളെ, ആദ്യം നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നു അതിന് ദൈവവചനം എന്ത് പറയുന്നു നോക്കണം. വചനം എന്ത് പറയുന്നു? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവോ?
വചനം എന്ത് പറയുന്നു? ദൈവം നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുവോ? നിങ്ങളുടെ മോളെ അനുഗ്രഹിക്കുവോ? നിങ്ങളുടെ മോനെ അനുഗ്രഹിക്കുവോ? അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്യുവോ എന്നുള്ളതിനെ വചനത്തിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാണ് നമുക്ക് വിശ്വാസം വരുന്നത്. വിശ്വാസം വചനത്താൽ വരും. ആ വിശ്വാസം വന്നതിന് ശേഷം മാർക്കോസിന്റെ ലേഖനം അതിന്റെ 11-ാം അധ്യായം, മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 22 മുതൽ 26 വചനങ്ങൾ വായിക്കുമ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഞാൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വാസം കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കും. ദൈവമക്കളെ, ലോകത്ത് ഒറ്റ ഒരു ഭാഷയിൽ മാത്രമേ ബൈബിളിൽ ലഭിച്ചു എന്നുണ്ട്. ബാക്കി എല്ലാ ഭാഷയിലും ലഭിക്കുമെന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. മലയാളം ബൈബിൾ മാത്രമേ ഗ്രീക്കിൽ ഇരിക്കുന്നതിന്റെ യഥാർത്ഥ അർത്ഥം ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ കിട്ടി, ഞാനൊരു കാര്യം ദൈവത്തോട് ചോദിച്ചു, അതെനിക്ക് ലഭിച്ചു, കിട്ടി എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാവും. അതുണ്ടാവും. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് എത്ര പേർക്ക് അതിനുള്ള വിശ്വാസം വരും? ഞാനൊരു കാര്യം ചോദിക്കുന്നു, കിട്ടി എപ്പോൾ വരും എന്ന് വെച്ചാൽ നിങ്ങൾ വചനത്തിൽ കൂടി ശരിക്കും ആ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു, ആ ദൈവവചനം എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു, അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പുണ്ടായി. ദൈവവചനം എങ്ങനെ പറയുന്നു? ഇപ്പം കുട്ടികളില്ലാത്തവർക്കായിട്ട് ഞാനും എൻ്റെ ഭാര്യ ശുശ്രൂഷിക്കാറുണ്ട്. ഈ 28 വർഷത്തിൽ ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികളില്ലാത്തവർ ധാരാളം പേർക്ക് ഞങ്ങൾ ശുശ്രൂഷിച്ചു. ആരെ കണ്ടാൽ കുട്ടികളില്ലേ, ഞങ്ങൾ ഉടനെ പ്രാർത്ഥിക്കും. കാരണം വചനം പറയുന്നു, നിന്നിലായാലും നിന്റെ മൃഗജീവനിലായാലും മച്ച ഉണ്ടായിരിക്കില്ല. ഒറ്റ വചനം അവസാനിച്ചു. മച്ച ഉണ്ടായിരിക്കില്ല. അത് കർത്താവിന്റെ ഉടൻപടിക്കാണ്, ഉടൻപാടാണ്, കോവനന്റ് ആണ്. മച്ച ഉണ്ടായിരിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞാൽ മച്ച ഉണ്ടായിരിക്കില്ല. അവർക്ക് പ്രാർത്ഥിച്ചാൽ അവർ തീർച്ചയായും കുഞ്ഞിനെ പ്രസവിക്കും. ഇതിൽ കൂടി ധാരാളം പേർക്ക് കുട്ടികൾ ജനിച്ചു. വചനത്തിൽ വിശ്വസിക്കുക, അതുപോലെ ചെയ്യുക, അതുപോലെ പ്രാർത്ഥിക്കുക, എന്നാൽ അത് അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വന്നപ്പോൾ എൻ്റെ വയസ്സ് 26. ആ സമയം എൻ്റെ കൂടി ഒരു വയസ്സായ ഒരു സഹോദരി ആ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം വീട്ടു പ്രാർത്ഥനയ്ക്കായി പോയി. ആ വീട്ടു പ്രാർത്ഥന കഴിഞ്ഞ് രാത്രി ഒരു കൂട്ടം സഹോദരിമാരും ഞാനാണ് അതിലുള്ളതിൽ ഏറ്റവും അപരകാരൻ, ശുശ്രൂഷകൻ. ഞങ്ങളെല്ലാവരും റോട്ടിൽ കൂടി നടന്നു വരുമ്പോൾ എന്റെ കൂടി വന്നുകൊണ്ടിരുന്ന ആ സഹോദരി എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എന്റെ ഭർത്താവ് ക്യാൻസർ വന്ന് മരിച്ചു, വയറ്റിൽ ക്യാൻസർ വന്ന് മരിച്ചു, എനിക്ക് ഇവിടെ മാർബിൾ ക്യാൻസർ ഉണ്ട്, ആ ഡോക്ടേഴ്സ് അതിനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു, പാസ്റ്റർ എനിക്കായി പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ ഞാൻ ആ റോട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചിട്ട് ഒരു വചനം എന്റെ ഓർമ്മയിൽ വന്നു. മാർക്കോസിന്റെ ലേഖനം 16-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, രോഗിയുടെ മേൽ കൈകളെ വയ്ക്കും, രോഗിയുടെ മേൽ നിങ്ങൾ കൈകളെ വയ്ക്കും, അപ്പോൾ അവർ സ്വസ്ഥ പ്രാപിക്കും, അവർ സൗഖ്യം പ്രാപിക്കും. പ്രാർത്ഥിക്കുന്നു പറഞ്ഞില്ല. നിങ്ങൾ രോഗിയുടെ മേൽ യു ഷാൽ ലേ ഹാൻഡ് അപ്പോൺ ദ സിക്ക് ആൻഡ് ദേ ഷാൽ ബി ഹീൽഡ്. രോഗികളുടെ മേൽ നീ കൈകളെ വയ്ക്കും, അപ്പോൾ അവർക്ക് സൗഖ്യം ഉണ്ടാകും. ഈ വചനം ഞാൻ ഇരിക്കുന്ന പോലെ വിശ്വസിച്ചു. അവിടെ തലയിൽ കൈവച്ചു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. ആ ആഴ്ച ഞായറാഴ്ച അദ്ദേഹം വന്ന് സാക്ഷി പറഞ്ഞ സഭയിൽ എൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ കംപ്ലീറ്റ് ആയിട്ട് പോയി, ദൈവം എന്നെ സൗഖ്യമാക്കി. ഇപ്പൊ അദ്ദേഹമാണ് എൻ്റെ അമ്മാവി അമ്മ. അദ്ദേഹത്തിന്റെ മകളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഇനി വീണ്ടും വന്നാലും നമ്മുടെ വീട്ടിൽ ഒരു ഭാഷണം ഉണ്ടായിരുന്നാൽ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ എന്ന് പറഞ്ഞ് മോളെ തന്ന അദ്ദേഹം എൻ്റെ അമ്മാവി അമ്മയാണ്. ധാരാളം പേർക്ക് ശുശ്രൂഷിക്കുന്നു. ഹിന്ദി അറിയില്ലെങ്കിൽ ഇവിടെ നിന്ന് ഡൽഹി വരെ ട്രാവൽ ചെയ്യുന്നു, രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. പിണറായി വിജയന് ഉണ്ടാകുന്ന കോളിനെക്കാളും കൂടുതൽ കോൾ അദ്ദേഹം ഉണ്ടാകും. അത്രയ്ക്ക് ജീവനോട് ഇരുന്നു ശുശ്രൂഷിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നോ അതിലൊരു സംശയം നമുക്കുണ്ടായിരിക്കും, ഡൗട്ട് ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായാൽ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവം തരത്തില്ല. അതുകൊണ്ട് ദൈവവചനം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്ത് പറയുന്നു
അതങ്ങനെ വിശ്വസിക്കുക. അതങ്ങനെ വിശ്വസിച്ചിട്ട് പിന്നെ പ്രാർത്ഥിക്കണം. നമ്മൾ അങ്ങനെയല്ല, പ്രാർത്ഥിക്കും, കർത്താവേ അത് നടക്കണം, അത് ചെയ്യണം, എന്റെ മോൾക്ക് ഇത് നടക്കണം, എന്റെ മോന് ഇത് നടക്കണം എന്ന് പ്രാർത്ഥിക്കും. നടക്കുവോ എന്ന് ചോദിച്ചാൽ അറിയില്ല. നടക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ കർത്താവ് യേശു പറഞ്ഞത് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നു അത് എനിക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. അപ്പൊ ഈ വചനത്തില് ഉറപ്പായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ അവർക്ക് ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ കഴിയും. അടുത്ത് നമ്മുടെ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ എല്ലാ അമ്മമാർക്കും അപ്പന്മാർക്കും മക്കളുടെ കാര്യമാണ്. മക്കൾക്കായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കും. കൂടുതൽ നമുക്ക് പ്രാർത്ഥന മക്കൾക്കായിട്ടാണ്. മോന് വേണ്ടി, മോള് വേണ്ടി പ്രാർത്ഥിക്കും. പാസ്റ്റർമാരോടും പ്രാർത്ഥിക്കാൻ പറയും. കാണുന്ന എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയും. പാസ്റ്റർ എന്റെ മോൾക്കായി പ്രാർത്ഥിക്കണം, എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനും 33 വർഷം ശുശ്രൂഷയിൽ അനുഭവിക്കുന്ന കാര്യമാണ്. നിങ്ങളും അതുപോലെ ഇതായിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ മക്കൾക്കായിട്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരുമാണ്. എന്നാൽ ഞാൻ എൻ്റെ മക്കൾക്കായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കാറില്ല, ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ദിവസം ഒരു വാക്ക് പ്രാർത്ഥിക്കും. എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ലെന്ന് വെച്ചാൽ, ഈ ബൈബിളിൽ എവിടെയും ആരും പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ തന്റെ മക്കൾക്കായിട്ട് പ്രാർത്ഥിച്ചതായിട്ട് ഒരു എവിഡൻസ് ഇല്ല. നിങ്ങൾ എവിടെ പഠിച്ചു നോക്ക്. 40,000 മണിക്കൂറിന് മുകളിൽ ഹീബ്രുവിലും ഗ്രീക്കിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ബൈബിൾ പഠിച്ചിട്ട് ഒരു മനുഷ്യരും മക്കൾക്കായിട്ട് പ്രാർത്ഥിച്ചതായിട്ട് ഒരു വചനം പോലും ബൈബിളിലില്ല. 2, ഞാൻ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല? ദൈവം നമ്മുടെ മക്കൾക്ക്, എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യുമെന്ന് വചനത്തിൽ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ വിശ്വസിക്കാം. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുട്ടികൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടിരിക്കും. അവരുടെ സമാധാനം വലുതായിരിക്കും. അടുത്ത് ഒരു ദിവസം ഞാൻ രാത്രി ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എസെക്കിയേലിന്റെ പ്രവചന പുസ്തകത്തിന്റെ 16-ാം അധ്യായം 20-ാം വചനം വായിക്കുന്നു. എന്നുപോലെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. സീരിയസ് ആയിട്ട് പഠിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അവിടെ എഴുതിയിരിക്കുന്നു, എസെക്കിയേൽ 16:20 നീ എനിക്ക് പ്രസവിച്ച നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും നീ എടുത്ത് അവയ്ക്ക് ഭോജന ബലിയായി അർപ്പിച്ചു. 2-3 പ്രാവശ്യം പറയുന്ന കർത്താവ് ആ അധികാരത്തിൽ, നീ എനിക്ക് പ്രസവിച്ച നിന്റെ മക്കൾ. ആ വചനം ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വല്ലാത്ത സന്തോഷത്തിലായി, ഭയങ്കര സന്തോഷം. ഞാൻ വിചാരിച്ചത് എൻ്റെ മക്കൾ എനിക്കായിട്ടാണ് ഞാൻ പ്രസവിച്ചത്. യഹോവ ദൈവം പറയുന്നു, നീ എനിക്കായി പ്രസവിച്ച മക്കൾ. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാന് എൻ്റെ 4 മക്കളെ നിനക്കായി പ്രസവിച്ചിരിക്കുന്നു, ഇപ്പോൾ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇനി അവര് നിന്റെ മക്കള്, കർത്താവ് അവരെ നോക്കിക്കൊള്ളണം. ഞാൻ പറയട്ടെ, അവരുടെ പഠിച്ച കാലങ്ങൾ എല്ലാം ദൈവം നോക്കി. ഞാനൊരു കെയർലെസ് ഫെല്ലോവാണ്, ഒന്നിനെ കുറിച്ച് ഒരു കെയറും ഇല്ല. അവരുടെ ജീവിതം കർത്താവ് അത്ഭുതകരമായി നോക്കി. ഒരു ലവ് അഫെയർ ഇല്ല, ഒരു പാപജീവിതമില്ല, ക്ലീൻ ലൈഫ്, നല്ല ടെസ്റ്റ് മണി വീട്ടിലും പുറത്തും. അവർ ജോലി കഴിഞ്ഞു ഉടൻ തന്നെ പഠിത്തം കഴിഞ്ഞു, ജോലി കിട്ടിയ ഉടനെ 23 വയസ്സിൽ എല്ലാവർക്കും കല്യാണത്തിന് പെണ്ണും കിട്ടി. ആദ്യത്തെ പെണ്ണ് കണ്ട് ഞാൻ തന്നെ നോക്കി ഫിക്സ് ചെയ്തു. 24 വയസ്സിൽ 2 പേർക്ക് കല്യാണം കഴിഞ്ഞു. മൂന്നാമത്തവന് 25 വയസ്സ് ആയില്ല, 23 വയസ്സിൽ അവനും ഫിക്സ് ആയി. അടുത്ത വർഷം ജൂണിൽ കല്യാണം. അപ്പൊ ഞാൻ എന്ത് പറയുന്നു? ദൈവത്തിന്റെ വചനം തന്നെ നമ്മുടെ അടിസ്ഥാനം, ദൈവത്തിന്റെ വചനം തന്നെ നമ്മുടെ ജീവൻ. അപ്പൊ ദൈവവചനം പറയുന്നു, എന്റെ മക്കളല്ല, ദൈവത്തിന്റെ മക്കൾ. നിങ്ങൾ പ്രസവിച്ചത് ദൈവത്തിന് വേണ്ടി പ്രസവിച്ചു. ആ വചനം നിങ്ങൾ സമയം കിട്ടുമ്പോൾ എടുത്ത് പഠിച്ചിട്ട് കർത്താവിനോട് നിങ്ങളുടെ മക്കളെ ഏൽപ്പിച്ചു കൊടുത്ത്, എന്റെ മക്കളല്ല, നിന്റെ മക്കൾ കർത്താവേ നീ അവരെ നോക്കിക്കൊന്ന് പറഞ്ഞ, എന്റെ മക്കളെ നോക്കിയ കർത്താവ് നിങ്ങളെ നോക്കും. അടുത്ത് തന്റെ കുട്ടികളുടെ രക്ഷയ്ക്കായിട്ടും കുട്ടികളുടെ വരുന്ന ജീവിതത്തിനായിട്ടും വളരെ ഭാരപ്പെടുന്നവർക്കുണ്ട്. ഭാരപ്പെടേണ്ട ഒരാവശ്യമില്ല. കാരണം തിരുവചനത്തിൽ കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഏശയ 59:21 വായിച്ചു കഴിഞ്ഞാൽ, ഏശയ 59:21 കർത്താവ് പറയുന്നു, ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഉടൻപാട്
ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഇംഗ്ലീഷിൽ പറയുന്നു, ഫോർ മീ ദിസ് ഇസ് മൈ covenant with them. ഞാൻ ചെയ്ത covenant ഇതാണ്. My spirit that is upon thee and my words which I have put in thy mouth shall not depart out of thy mouth and the children's mouth, their children's mouth. നിന്റെ സന്തതിയിൽ നിന്നും അവരുടെ സന്തതിയിൽ നിന്നും എന്റെ വചനവും എന്റെ ആത്മാവും അവരിൽ നിന്നിട്ട് മാറിപ്പോകില്ല എന്ന് ഞാൻ നിന്നോട് ഉടൻപാട് ചെയ്തിരിക്കുന്നു, നിയമം ചെയ്തിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ഈ വചനം ഞാൻ പഠിച്ചപ്പോൾ കർത്താവേ, എന്റെ മക്കളിൽ നിന്നും എന്റെ മക്കളുടെ മക്കളിൽ നിന്നും ഈ വചനവും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഒരു നാളും മാറിപ്പോകില്ല. കർത്താവ് നിയമം ചെയ്തു, അങ്ങനെ തന്നെ എന്റെ മക്കളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. പാണ്ഡിച്ചേരിയിൽ വെച്ച ഒരു മീറ്റിങ്ങിന് ഞാൻ പോയിരുന്നപ്പോൾ, ഒരു വലിയ മീറ്റിംഗ് ആണ്, എല്ലാവരും ഞാൻ അഭിഷേകത്തിൽ നയിച്ചു. ശനിയാഴ്ച പകൽ പ്രാർത്ഥന. എന്റെ മക്കൾ എന്റെ 2 മോന്, എന്റെ 3 മോന് എന്റെ കൂടെ ഉണ്ട്. കൊച്ചുകുട്ടികളാണ്, അവരും ആ കൂട്ടത്തിലുണ്ട്. ഞാൻ എല്ലാവരും അഭിഷേകം പ്രാപിക്കുമ്പോൾ നടുവിൽ കൂടി നടന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ 3 പേരും അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ സംസാരിച്ച് അവിടെ കിടന്ന് തുള്ളുകയാണ്. കൊച്ചുകുട്ടികൾ അന്ന് അഭിഷേകം പ്രാപിച്ചു. ഇന്നും അവർ അഭിഷേകത്തിൽ ശക്തമായി വളരുന്നു, കർത്താവിൽ ശക്തമായി വളരുന്നു. അവർ തന്നെ ബൈബിൾ പഠിക്കുന്നു, അവർ തന്നെ ദൈവത്തോടു കൂടെ നടക്കുന്നു. ഇതെല്ലാം ഒരു മനുഷ്യൻ നിന്ന് വന്നതല്ല. കാരണം ഞാന് ഒരു ആഴ്ചയിൽ 1000, 2000, 5000 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. എന്റെ മക്കളിന്റെ ഭാര്യയുടെ അമ്മയുടെ കൂടെയാണ്. ദൈവം അവരെ പുലർത്തി, ദൈവം അവരെ നയിച്ചു. വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് അങ്ങനെ തന്നെ നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് അത് അവരുടെ ജീവിതത്തിൽ നടന്നു. ഇന്ന് നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ വിശ്വാസം പ്രാർത്ഥനയേക്കാൾ വലുതാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് അതിന്റെ ഉത്തരം നമുക്ക് കൊണ്ടുവരും. മാത്രമല്ല, അവരുടെ ജീവിതങ്ങൾ മാറുന്നത് നിങ്ങൾ വ്യക്തമായി കാണും. ഈ വചനം, ഉറപ്പിച്ച വചന അടിസ്ഥാനം ഇല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്കൊരു നിശ്ചയമില്ല. അത് നടക്കുവോ, എന്റെ മോൾ രക്ഷ പ്രാപിക്കുവോ, എന്റെ മോന് കർത്താവിൽ വരുവോ, ഒരു നിശ്ചയമില്ല. പക്ഷെ ഈ വചനത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കളെ, നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ആത്മീയ ജീവിതം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരും. അതിനുള്ള വചനങ്ങളെല്ലാം കർത്താവ് ബൈബിളിൽ തന്നിട്ടുണ്ട്. അത് കണ്ട് എവിടെയും പോയി ഒരു ദൂത് കേൾക്കണം, ഒരു പ്രവചനം കേൾക്കണം എന്ന് ഞാനും പോയിട്ടില്ല. മനസ്സതിൽ പോകത്തുമില്ല. കാരണം ഈ വചനം അടിസ്ഥാനമായിട്ട് ആഴമായിട്ട് എൻ്റെ ആത്മാവിലും എൻ്റെ ദേഹം ആത്മാവിൽ അത് ഊന്നിരിക്കുന്നത് കണ്ട്, അത് ജീവനുള്ള വചനങ്ങളായിരിക്കുന്നത് കണ്ട് ഈ വചനം ഇത്രയും കാലം എന്നെ അത്ഭുതകരമായി നയിച്ചു. സകല നന്മയും തന്നതുപോലെ നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതുപോലെ ചെയ്യുവാൻ ദൈവൻ ശക്തനാണ്. നിങ്ങൾ അതിനങ്ങനെ സ്വീകരിക്കണം. കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കാനായിട്ട് നീ എന്നെ വിളിച്ചു, എന്റെ മകളെ അനുഗ്രഹിക്കും, നീ എനിക്ക് ചെയ്യേണ്ട എല്ലാ നന്മകളും അതിനതിന്റെ സമയത്ത് ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്നും ഉത്തരം നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ഇതാ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ അകത്ത് പ്രവേശിക്കാനുള്ള അടിസ്ഥാനം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. കർത്താവേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ കർത്താവിന്റെ സമൂഹത്തിൽ വന്നു ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന്റെ വചനം കേൾക്കുകയും ദൈവം സഹായിച്ചു ഞാൻ നന്ദി പറയുന്നു. ഈ വാക്കുകൾ കേട്ട എല്ലാവരും ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുവാനും യഹോവയിൽ ആശ്രയിക്കുവാനും യഹോവയിൽ തന്നെ ആശ്രയിക്കുവാനും യഹോവയെ പറ്റിപ്പിടിച്ച് നിൽക്കുവാനും യഹോവയുടെ വചനത്തിൽ ആശ്രയിച്ച് നിൽക്കുവാനും വചനം പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവരായി ഇവരെ മാറ്റുന്നത് മാത്രമല്ല, ഇവിടെ ജീവിതത്തിന്റെ കഷ്ടങ്ങൾ പാടുകളെല്ലാം കർത്താവ് മാറ്റി ഇവിടെ ജീവിതത്തിൽ
കർത്താവിന്റെ സമാധാനവും സ്വസ്ഥതയും ധനവും മാനവും നന്മയും സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.